ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രീം സെപ്പറേറ്ററിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോനെ പറ്റിയാണ്. ഫസ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇതാണ് ചെക്ക് ലിസ്റ്റ്. ഈ ചെക്ക് ലിസ്റ്റ് നോക്കി എല്ലാ പാർട്സും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. മോട്ടർ, മിൽക്ക് ബൗൾ, skimmed milk outlet, cream outlet, floating chamber, cone set, cleaning brush, hanger, O-ring, disc, float, open close rod, circlip, key. ആദ്യമേ മോട്ടർ കറക്റ്റായിട്ട് റൺ ചെയ്യണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം മിൽക്ക് ഔട്ട്ലെറ്റ് എടുത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുക. ഷാഫ്റ്റിനും ഹോളിനും ഇടയിലുള്ള ഗ്യാപ്പ് കറക്റ്റ് ആണോ എന്ന് കൈ വെച്ച് റൊട്ടേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യുക. അതിനുശേഷം മോട്ടർ ഓൺ ചെയ്തും ചെക്ക് ചെയ്യുക. ഇനി കോൺ ഇൻസേർട്ട് ചെയ്യാം. കോൺ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കോണിൻ്റെ സ്ലോട്ടും ഷാഫ്റ്റിൻ്റെ സ്ലോട്ടും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം മോട്ടർ ഓൺ ചെയ്തും ചെക്ക് ചെയ്യുക കറക്റ്റ് ആണോ എന്ന്. ക്രീം ഔട്ട്ലെറ്റ് ബൗള് ഫിക്സ് ചെയ്യാം. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കോണിൻ്റെ ഗ്യാപ്പും ഔട്ട്ലെറ്റിൻ്റെ ഗ്യാപ്പും തമ്മിൽ ക്ലിയറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് മോട്ടർ ഓൺ ചെയ്ത് ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് ചേമ്പർ വന്നിട്ട് ഈ കോണിൽ കറക്റ്റായിട്ട് സീറ്റ് ആവുന്ന രീതിക്ക് ഫിക്സ് ചെയ്തോളൂ. ഇനി ഫ്ലോട്ട് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം മിൽക്ക് ബൗൾ എടുത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഓപ്പൺ ക്ലോസ് റോഡ് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക. ഫിക്സ് ചെയ്തതിന് ശേഷം മോട്ടർ ഓൺ பண்ணி കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓരോ തവണയും ക്രീം സെപ്പറേറ്റർ യൂസ് ചെയ്തതിന് ശേഷം ആ കോൺ റിമൂവ് ചെയ്ത് അത് വൃത്തിയാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്ന കീ യൂസ് ചെയ്ത് ആ ടോപ്പ് ഹെഡ് അഴിച്ചു വെക്കണം. അതിനുശേഷം ബൗൾ വുഡ്, അതുപോലെ ടോപ്പ് ഡിസ്ക്, പിന്നെ ബാക്കി കൊടുത്തിരിക്കുന്ന മൾട്ടിപ്പിൾ ഡിസ്ക് ഒക്കെ എടുത്ത് അഴിച്ചു വെക്കുക. എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടർ, അതിനുശേഷം ഈ ഡിസ്കുകളൊക്കെ കഴുകുക വേണം. ക്ലീൻ ചെയ്തതിന് ശേഷം ഡിസ്ക് എങ്ങനെ അസംബിൾ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം ഓരോരോ ഡിസ്കായിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. എല്ലാ ഡിസ്കും വെച്ചതിന് ശേഷം ടോപ്പ് ഡിസ്ക് എടുത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ബൗൾ ഹുഡ് കറക്റ്റായിട്ട് ലോക്കാക്കി വെക്കുക. അതിനുശേഷം ടോപ്പ് നട്ട് എടുത്ത് ബൗൾ ഹുഡ് പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്യുക. അതിനൊരു കീ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ലോക്ക് ചെയ്യുക. ഇനി സ്പെയറിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സർക്ലിപ്പ്, ഓറിങ്, അതുപോലെ ഹാങ്ങറും കൊടുത്തിട്ടുണ്ട്. ഹാങ്ങർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത മൾട്ടിപ്പിൾ ഡിസ്കുകളും ടോപ്പ് ഡിസ്കുകളും അതുപോലെ ബൗൾ ഹുഡും ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഹാങ്ങർ കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രാ ആയിട്ടാണ് ഓറിങ്ങും സർക്ലിപ്പും കൊടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി മെഷീനിലുള്ളതാണ്. എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന സ്പെയറായിട്ട് കൊടുത്തിരിക്കുന്ന ഓറിങ്ങും അല്ലെങ്കിൽ സർക്ലിപ്പും വെച്ച് റീപ്ലേസ് ചെയ്യാം. കറന്ന ഫ്രഷ് ആയിട്ടുള്ള പാല് മിൽക്ക് ബൗളിലോട്ട് ഒഴിക്കുക. ഒഴിക്കുന്ന സമയത്ത് ആ ഓപ്പൺ ക്ലോസ് റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അതിനുശേഷം മോട്ടർ ഓൺ ആക്കുമ്പോഴാണ് ഓപ്പൺ ക്ലോസ് റോഡ് ഓപ്പൺ ആക്കേണ്ടത്. സ്കിംഡ് മിൽക്ക് 1 ലിറ്റർ വരുമ്പോഴാണ് ക്രീം സെപ്പറേറ്റ് ആവാൻ തുടങ്ങുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെങ്ങനെ വാഷ് ചെയ്താൽ നോക്കാം.
എങ്ങനെയാണ് അസംബിൾ ചെയ്തത് അതുപോലെ തന്നെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഈ ഡിസ്ക് എല്ലാം കൂടെ വാം വാട്ടറിൽ മുക്കി വയ്ക്കുക. അതിനുശേഷം ക്ലീൻ ചെയ്തിട്ട് ഈ ഡിസ്ക് എല്ലാം ഹാങ്ങറിൽ തൂക്കിയിട്ട് ഡ്രൈ ആക്കാൻ വയ്ക്കുക. ഡ്രൈ ആയതിനു ശേഷം അത് പിന്നെ തിരിച്ച് അസംബിൾ ചെയ്ത് പിന്നെ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. കറന്ന പാലൊരു 4 മണിക്കൂറിനുള്ളിൽ ക്രീം സെപ്പറേറ്ററിൽ ഒഴിക്കണം. അത് വന്നിട്ട് ഒരു 25 to 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല രീതിക്ക് ക്രീം വരത്തുള്ളൂ. പാൽ വന്നിട്ട് തണുപ്പിച്ചോ അല്ലെങ്കിൽ ചൂടാക്കിയോ അല്ലെങ്കിൽ തൈരോ മോരോ ഇതിൻ്റെ കൂടെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല.